മത്സരമെന്ന് CPM കരുതുന്ന വിജയക്ക് സാധ്യത കുറവ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് ഹരിപ്പാട് മണ്ഡലമാണ്. UDF-നെ സംബന്ധിച്ചാണെങ്കിൽ ഒന്നാമത്തെ ജയിക്കുന്ന മണ്ഡലം ഹരിപ്പാടാണ് എന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ ഹരിപ്പാട് ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം 13,666 ആയിരുന്നെങ്കിൽ അതിനു മുമ്പ് P. പ്രസാദിനോട് മത്സരിക്കുമ്പോൾ 18,621, അതിനു മുമ്പ് G. കൃഷ്ണപ്രസാദിനോട് മത്സരിക്കുമ്പോൾ 5,520 വോട്ടായിരുന്നു. ഇത്തവണയും അവിടെ TT ജിസ്മോനാണ് മത്സരിക്കുന്നത്. ഹരിപ്പാടിനെ സംബന്ധിച്ച് UDF-ന്റെ പ്രതീക്ഷയ്ക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു കടുത്ത വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ലല്ലോ. നിലവിലില്ല എന്ന് തന്നെ നമുക്ക് പറയാം. രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് അവിടെ വിജയ സാധ്യതയുള്ളത്. പക്ഷേ ഹരിപ്പാട് ഇത്തവണ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് വേദിയായി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സന്ദീപ് വാചസ്പതി ആയിരുന്നു NDA സ്ഥാനാർത്ഥിയായി, BJP സ്ഥാനാർത്ഥിയായി അവിടേക്ക് കടന്നു വന്നത്. മുതുകുളമടക്കമുള്ള മേഖലകളിലൊക്കെ വലിയ സ്വാധീനം, പ്രത്യേകിച്ച് തീരദേശ മേഖല, അതായത് നമ്മൾ തൃക്കുന്നപ്പുഴ മുതൽ അങ്ങ് വലിയഴിക്കൽ വരെയുള്ള തീരദേശ മേഖലകളിൽ വലിയ രീതിയിൽ BJPക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അത് പ്രത്യക്ഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം. ത്രികോണ മത്സരമൊക്കെ ആയാലും നമുക്ക് സ്വാഭാവികമായും രണ്ടു കൂട്ടരെയും പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ നിൽക്കാം. എന്തായാലും അവിടെ UDF-ന്റെ ഉറച്ച മണ്ഡലം എന്ന് തന്നെയാണ് UDF കാണുന്നത്. ആ തരത്തിൽ തന്നെ വരാം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം അമ്പലപ്പുഴയാണ്. കേരളത്തിൽ ഏത് വിധേനയും പാർട്ടി മാറിയ G. സുധാകരനെ പരാജയപ്പെടുത്താൻ വേണ്ടി പാർട്ടി മിഷണറി മുഴുവൻ CPM ഉപയോഗിച്ചിട്ടും CPM-ന് ഇപ്പോഴും ഉറപ്പില്ല ആ ഒരു മണ്ഡലം വിജയിക്കാൻ കഴിയുമെന്ന്. UDF പക്ഷേ അവരുടെ ഉറച്ച സീറ്റായി തന്നെയാണ് അമ്പലപ്പുഴയെ കാണുന്നത്. അമ്പലപ്പുഴ ഉറപ്പായും ജയിക്കുമെന്ന് പറയുന്നു. എന്താണ് അതിലേതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാവാനുള്ള സാധ്യത എങ്ങനെയെങ്കിലും കാണുന്നുണ്ടോ? നിലവിൽ സാധ്യതകളില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുള്ളത്. കാരണം LDF തന്നെ അവിടെ പരാജയപ്പെടും. അതായത് 6,000-ൽ പരം 6,318 വോട്ടിന് പിന്നിലാണ് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾ മറ്റുള്ള ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങൾ LDF-നെ, പ്രത്യേകിച്ച് SDPI LDF-നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ G. സുധാകരൻ ആ വോട്ട് ഭിന്നിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ പ്രത്യേകിച്ച് G. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധാനങ്ങളെ വോട്ടാക്കി അല്ലെങ്കിൽ G. സുധാകരൻ LDF വിട്ടു പോകുന്ന ഘട്ടത്തിൽ അത് മറ്റൊരു തരത്തിലുള്ള വികാരമായി മാറുമെന്നൊക്കെ കരുതുമ്പോഴും അങ്ങനെയല്ല. ഒന്ന് ആലപ്പുഴയിൽ ഒരു തുടർഭരണം എന്നുള്ള, ആലപ്പുഴയിലെ CPM പ്രവർത്തകർക്കിടയിൽ തുടർഭരണം എന്നൊരു സാധ്യതയോട് അവർക്ക് വലിയ യോജിപ്പില്ല, മടുപ്പാണെന്ന് തന്നെ നമുക്ക് പറയാം. ഈ ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും സംഭവിക്കാൻ പോകുന്ന ഒരു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ശ്രദ്ധേയമായ കണക്ക് LDF-ൽ നിന്ന് മറിഞ്ഞ വോട്ടുകളായിരിക്കും. കാരണം ഇത്തവണ തുടർഭരണത്തോട് വലിയ താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു പ്രവർത്തകർ പോയത്. അതും G. സുധാകരന് ഒരു പരിധിവരെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് G. സുധാകരൻ ഇത്രയും നാൾ തുടർച്ചയായി നിന്ന് അവരുടെ രണ്ട് മുന്നണികളുടെയും സാധ്യത കൽപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും നമുക്കും അതിനെ വിലയിരുത്താൻ കഴിയുക. എന്തായാലും നമുക്ക് നോക്കാം. ആകെ കഴിഞ്ഞ 2 തവണയും ഈ 9 സീറ്റിൽ 8 സീറ്റുകളും വിജയിച്ചുകൊണ്ടിരുന്ന LDF-ന് ഇത്തവണ ഏറ്റവും കുറഞ്ഞത് അവർ ഉറപ്പായി പറയുന്നത് 4 സീറ്റുകളാണ്. അത് 6 സീറ്റുകൾ വരെ വർദ്ധിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും സ്വാഭാവികമായും LDF-ന് ആലപ്പുഴ ജില്ലയിൽ തിരിച്ചടി നേരിടാൻ തന്നെയാണ് സാധ്യത. LDF-ന്റെ കണക്കുകൾ തന്നെ UDF-നെ സംബന്ധിച്ച് ആലപ്പുഴ എന്ത് കിട്ടിയാലും അത് വലിയ വിജയമാണ്. ഹരിപ്പാട് എന്ന ഒറ്റ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും ഒതുങ്ങി നിന്നിരുന്ന UDF-ന് ഇത്തവണ 3 സീറ്റ് ഉറപ്പിച്ച് കിട്ടും എന്നവർ ഉറപ്പിച്ച് പറയുന്നു. 3 സീറ്റ് കൂടി അവർ സാധ്യത കാണുന്നു. അപ്പോൾ 3 മുതൽ 6 വരെ സീറ്റുകൾ UDF പ്രതീക്ഷ വെക്കുമ്പോൾ 4 മുതൽ 6 വരെ 7 വരെ സീറ്റുകളാണ് LDF പ്രതീക്ഷ വെക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ LDF-നുണ്ടായിരുന്ന ഒരു വലിയ മേൽക്കൈയിൽ കുറവുണ്ടാകുന്നു എന്ന് തന്നെയാണ്. അത് എത്രത്തോളം വലിയ ആഘാതം ഏൽപ്പിക്കാൻ കഴിയും എന്നുള്ളത് UDF-ന്റെ പ്രകടനം പോലെയായിരിക്കും. UDF-ന് അത്തരമൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ഇന്നലെ കൊല്ലം പരിശോധിച്ചതുപോലെ, തിരുവനന്തപുരം കഴിഞ്ഞ ദിവസം പരിശോധിച്ചതുപോലെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഈ 3 ജില്ലകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ 3 ജില്ലകളിലും കൂടി ആകെ 4 MLA-മാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് UDF-ന്. ആ സ്ഥാനത്ത് നിന്നാണ് ഓരോ ജില്ലകളിലും 4ഉം 5ഉം MLA-മാർ എന്ന അവസ്ഥയിലേക്ക് UDF ഇപ്പോൾ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായ ഫലം അറിയാൻ കഴിയൂ. നമുക്ക് മറ്റ് ഓരോ ജില്ലകളുടെയും വരും ദിവസങ്ങളിലും എങ്ങനെയാണ് സാധ്യതകൾ വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.